ഒരു രാജാവും അയാളുടെ ഉപദേശകനും കൂടെ കാട്ടിലൂടെ ഇങ്ങനെ യാത്രയായിരുന്നു. യാത്രാമധ്യേ രാജാവിന് വല്ലാണ്ട് ദാഹിച്ചു. അയാൾ ഒരു കരിക്കെടുത്ത് ചെത്തി. വാളിനിച്ചിരി മൂർച്ച കൂടുതലുള്ളതുകൊണ്ട് കരിക്കിൻ്റെ കൂടെ അറിയാണ്ട് വിരലും ചെത്തിപ്പോയി. വേദന കൊണ്ട് പൊളഞ്ഞ രാജാവിനോട് കൂടെയുള്ള ഉപദേശവും പറഞ്ഞു, സാരമില്ല പ്രഭു, നല്ലതെന്തോ വരാനുണ്ട്. ഇത് കേട്ട രാജാവ് ദേഷ്യം പിടിച്ച് കോപാകുലനായി അയാളെ തൊട്ടടുത്തുള്ള പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന രാജാവിനെ ഒരു പറ്റം പ്രാകൃത മനുഷ്യർ പിടികൂടി. അവരുടെ ആചാരപ്രകാരം അവർക്കൊരു നരബലി കഴിക്കാനുണ്ടായിരുന്നു. ഈ രാജാവിനെ മരത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ദേഹമാസകലം പരിശോധന നടത്തി. നോക്കുമ്പോൾ വിരലറ്റുപോയിരിക്കുന്നു. അവർക്കാണെങ്കിൽ വൈകല്യമുള്ള ആളെ നരബലി കഴിക്കാനും പറ്റില്ല. അവർ ആ രാജാവിനെ വെറുതെ വിട്ടു. അപ്പോഴാണ് രാജാവ് തൻ്റെ ഉപദേശകൻ്റെ ആ വാക്കോർത്തത്. അയാൾ നേരെ ആ പൊട്ടക്കിണറ്റിലേക്ക് ചെന്നു. തൻ്റെ ഉപദേശകനെ രക്ഷിച്ചു. അയാളോട് മാപ്പും പറഞ്ഞു. ആ സമയത്ത് ഉപദേശകൻ തിരിച്ച് രാജാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രഭു, എന്നോട് മാപ്പൊന്നും പറയണ്ട. കാരണം അങ്ങനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ അവർ നരബലിക്ക് അടുത്തത് തിരഞ്ഞെടുക്കുക എന്നെ ആകുമായിരുന്നു എന്ന്. കഥ ഇത്രയേ ഉള്ളൂ. പാഠം ഇതാണ്: നമുക്ക് ലൈഫിൽ എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ നല്ലതെന്തോ പിറകെ വരാനുണ്ട്. ചിലപ്പോൾ സമയമെടുക്കും. കേട്ടിട്ടില്ലേ, ദർ ഇസ് എ ഹയർ ഇൻ എവറി ഡിലേ. പഠിച്ചോ നിങ്ങൾക്കത് വൈകിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. സോ വെയിറ്റ് വിത്ത് പേഷ്യൻസ്.